സാംസൺ എവിടെ വച്ചാണ് സ്വൈരിണിയെ കണ്ടുമുട്ടിയത്? ഉത്തരം ഗാസായിൽ. ഗാസായിൽ വച്ച് സാംസൺ ആരെയാണ് കണ്ടുമുട്ടിയത്? ഉത്തരം സ്വൈരിണിയെ. സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്ന് ആരാണ് അറിഞ്ഞത്? ഉത്തരം ഗാസ നിവാസികൾ. ആര് ഗാസായിൽ വന്നിട്ടുണ്ട് എന്നാണ് ഗാസ നിവാസികൾ അറിഞ്ഞത്? ഉത്തരം സാംസൺ. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നത് ആരാണ്? ഉത്തരം ഗാസ നിവാസികൾ. ഗാസ നിവാസികൾ രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ? ഉത്തരം പട്ടണവാതിൽക്കൽ. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം. ഇത് പറഞ്ഞത് ആരെ കൊല്ലാം എന്നാണ് പറഞ്ഞത്? ഉത്തരം ഗാസ നിവാസികൾ സാംസനെ. സാംസൺ ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയത് എങ്ങനെ? ഉത്തരം പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച്. സാംസൺ ഏതു മലയിലേക്കാണ് പോയത്? ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. സാംസൺ എപ്പോൾ വരെ കിടന്നതിന് ശേഷമാണ് എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയത്? ഉത്തരം പാതിരാ വരെ. ദലീല എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം സോറേക്ക് താഴ്വരയിൽ. സോറേക്ക് താഴ്വരയിലെ ഏത് സ്ത്രീയെയാണ് സാംസൺ സ്നേഹിച്ചത്? ഉത്തരം ദലീലയെ. ദലീലയെ സ്നേഹിച്ചത് ആര്? ഉത്തരം സാംസൺ. ഫിലിസ്തീയരുടെ നേതാക്കൾ ആരുടെ അടുത്ത് ചെന്നാണ് സാംസനെ വശീകരിക്കണം എന്ന് പറഞ്ഞത്? ഉത്തരം ദലീലയുടെ. ദലീലയുടെ അടുത്ത് ചെന്ന് സാംസനെ വശീകരിക്കണം എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം ഫിലിസ്തീയരുടെ നേതാക്കൾ. ഫിലിസ്തീയരുടെ നേതാക്കൾ ആരെ വശീകരിക്കണം എന്നാണ് ദലീലയോട് ആവശ്യപ്പെട്ടത്? ഉത്തരം സാംസനെ. ഫിലിസ്തീയരുടെ നേതാക്കൾ ദലീലയ്ക്ക് എത്ര വെള്ളി നാണയം നൽകാം എന്നാണ് പറഞ്ഞത്? ഉത്തരം 1100. ഫിലിസ്തീയരുടെ നേതാക്കൾ ദലീലയോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം സാംസനെ വശീകരിച്ച് അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഫിലിസ്തീയരുടെ നേതാക്കൾ ആർക്കാണ് വെള്ളി നാണയം നൽകാമെന്നു പറഞ്ഞത്? ഉത്തരം ദലീലയ്ക്ക്. ദലീലയ്ക്ക് ആരാണ് വെള്ളി നാണയം നൽകാം എന്നു പറഞ്ഞത്? ഉത്തരം ഫിലിസ്തീയരുടെ നേതാക്കൾ. നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ചു കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. ഇത് ആരോട് പറഞ്ഞു? ഉത്തരം ദലീല സാംസനോട്. ഉണങ്ങാത്ത എത്ര ഞാണുകൊണ്ട് ബന്ധിച്ചാൽ ആണ് സാംസൺ ശക്തി ക്ഷയിച്ച് മറ്റു മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞത്? ഉത്തരം 7 ഞാണുകൊണ്ട്. ആരാണ് ഉണങ്ങാത്ത 7 ഞാണുകൊണ്ട് സാംസനെ ബന്ധിച്ചത്? ഉത്തരം ദലീല.
ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തി ഇരുന്നത് ആരാണ്? ഉത്തരം ദലീല. അഗ്നി ചണനൂലിനെ എന്ന പോലെ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത് ആര്? ഉത്തരം സാംസൺ. സാംസൺ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത് എപ്രകാരമായിരുന്നു? ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ. ഉൾമുറിയിൽ ആളുകളെ പതിയിരുത്തിയിരുന്നതിന് ശേഷം ദലീല സാംസനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം സാംസൺ, ഇതാ ഫിലിസ്തീയർ നിന്നെ വളഞ്ഞിരിക്കുന്നു. നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ന്യായാധിപന്മാർ 16:10. ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്ന് സാംസൺ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ദലീലയോട്. എന്തുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്നാണ് ന്യായാധിപന്മാർ 16:11 സാംസൺ ദലീലയോട് പറഞ്ഞത്? ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട്. പുതിയ കയറു കൊണ്ടുവന്ന് സാംസനെ കെട്ടിയതിനു ശേഷം ദലീല എന്താണ് പറഞ്ഞത്? ഉത്തരം സാംസൺ, ഇതാ ഫിലിസ്തീയർ വരുന്നു. സാംസനെ കെട്ടിയ കയർ എങ്ങനെയാണ് സാംസൺ പൊട്ടിച്ചു കളഞ്ഞത്? ഉത്തരം നൂലുപോലെ. പതിയിരുന്നവർ ഡാഷ് ഒരു മുറിയിലായിരുന്നു. ഉത്തരം അകത്തെ. സാംസന്റെ എത്ര തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ബലഹീനനാകും എന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം 7 തലമുടി ചുരുൾ. 7 തലമുടി ചുരുൾ എടുത്ത് എന്തിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ബലഹീനനാകും എന്നാണ് സാംസൺ പറഞ്ഞത്? ഉത്തരം പാവിനോട് ചേർത്ത്. സാംസൺ ഉറങ്ങിയപ്പോൾ ആരാണ് 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത്? ഉത്തരം ദലീല. സാംസൺ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് എന്തൊക്കെയാണ് വലിച്ചു പൊളിച്ചത്? ഉത്തരം ആണിയും തറിയും പാവും. ന്യായാധിപന്മാർ 16-ാം അധ്യായം എത്രാം വാക്യത്തിലാണ് സാംസനെ കെട്ടിയ കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞത്? ന്യായാധിപന്മാർ 16:12. ന്യായാധിപന്മാർ 16-ാം അധ്യായം എത്രാം വാക്യത്തിലാണ് സാംസൺ അഗ്നി ചണനൂലിനെ എന്ന പോലെ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞത്? ന്യായാധിപന്മാർ 16:9. ന്യായാധിപന്മാർ 16-ാം അധ്യായം എത്രാം വാക്യത്തിലാണ് സാംസൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചത്? ഉത്തരം ന്യായാധിപന്മാർ 16:14. നിന്റെ ഹൃദയം എന്നോട് കൂടെയില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ആര് ആരോട് പറഞ്ഞു? ദലീല സാംസനോട്. സാംസൺ ദലീലയെ എത്ര പ്രാവശ്യം അവഹേളിച്ചു എന്നാണ് പറഞ്ഞത്? ഉത്തരം 3 പ്രാവശ്യം. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അലട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം സാംസന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് അറിയുവാനുള്ള ദലീലയുടെ നിർബന്ധം. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. ആര് ആരെയാണ് അലട്ടിയത്? ഉത്തരം ദലീല സാംസനെ. ആ അലട്ടൽ എന്തിനു തുല്യമായി എന്നാണ് ന്യായാധിപന്മാർ 16:16 പറയുന്നത്? ഉത്തരം മരണത്തിന്. സാംസൺ എത്രാം പ്രാവശ്യമാണ് തൻ്റെ ശക്തിയുടെ രഹസ്യം ദലീലയ്ക്ക് വെളിപ്പെടുത്തിയത്? ഉത്തരം 4-ാം പ്രാവശ്യം. സാംസന്റെ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു?
ഉത്തരം: സാംസൺ ജനനം മുതലേ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ സാംസന്റെ ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെയാകും. ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ദലീല ഫിലിസ്ത്യ നേതാക്കളോട്. ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് ദലീല ഫിലിസ്ത്യ നേതാക്കളോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ. സാംസനെ ആരാണ് മടിയിൽ കിടത്തി ഉറക്കിയത്? ഉത്തരം: ദലീല. സാംസനെ മടിയിൽ കിടത്തി ഉറക്കിയതിന് ശേഷം ദലീല എന്താണ് ചെയ്തത്? ഉത്തരം: ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവനെ അസഹ്യപ്പെടുത്തി. സാംസന്റെ ശക്തി അവനെ വിട്ട് പോയതെപ്പോൾ? ഉത്തരം: സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്തു കഴിഞ്ഞപ്പോൾ. കർത്താവ് തന്നെ വിട്ടുപോയത് ആരാണ് അറിയാതെ പോയത്? ഉത്തരം: സാംസൺ. മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: സാംസൺ. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് എന്തു ചെയ്തു? ഉത്തരം: കണ്ണ് ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ചു കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. സാംസനെ പിടിച്ച് ബന്ധിച്ചതാര്? ഉത്തരം: ഫിലിസ്ത്യർ. ഫിലിസ്ത്യർ സാംസനെ പിടിച്ച് ബന്ധിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉത്തരം: ഗാസായിലേക്ക്. സാംസന്റെ കണ്ണ് ചുഴന്നെടുത്തത് ആര്? ഉത്തരം: ഫിലിസ്ത്യർ. സാംസന് ഫിലിസ്ത്യർ നൽകിയ ജോലി എന്ത്? ഉത്തരം: മാവ് പൊടിക്കുന്ന ജോലി. എവിടെയാണ് സാംസൺ മാവ് പൊടിക്കുന്ന ജോലി ചെയ്തത്? ഉത്തരം: ഗാസായിലെ കാരാഗൃഹത്തിൽ. മുണ്ഡനത്തിനു ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. ആരുടെ? ഉത്തരം: സാംസന്റെ. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ ആര്? ഉത്തരം: ദാഗോൺ. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്തിനാണ് ഒരുമിച്ചു കൂടിയത്? ഉത്തരം: തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ. ശത്രുവായ സാംസനെ ആര് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? ഉത്തരം: ഫിലിസ്ത്യരുടെ ദേവനായ ദാഗോൻ. ഫിലിസ്ത്യരുടെ ശത്രു ആരാണ്? ഉത്തരം: സാംസൺ. ആരുടെ മുമ്പിൽ അഭ്യാസം കാണിക്കാനാണ് സാംസനെ വിളിച്ചു വരുത്തിയത്? ഉത്തരം: ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചത് ആരാണ്? ഉത്തരം: സാംസൺ. അഭ്യാസം പ്രകടിപ്പിക്കാൻ സാംസനെ എവിടെ നിന്നുമാണ് കൊണ്ടുവന്നത്? ഉത്തരം: കാരാഗൃഹത്തിൽ നിന്നും. ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയാണ്? ഞാൻ തപ്പി നോക്കട്ടെ, ആര് ആരോട് പറഞ്ഞു? ഉത്തരം: സാംസൺ കൈക്കു പിടിച്ചിരുന്ന ബാലനോട്. ന്യായാധിപന്മാർ 16:27 ആരെ കൊണ്ട് കെട്ടിടം നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: പുരുഷന്മാരെയും സ്ത്രീകളെയും. കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ എത്ര സ്ത്രീ പുരുഷന്മാരാണ് അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത്? ഉത്തരം: ഏകദേശം 3000. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ആരുടെ പ്രാർത്ഥനയാണിത്? ഉത്തരം: സാംസന്റെ. സാംസൺ എന്തിനാണ് തൻ്റെ കണ്ണുകളിൽ ഒന്നിന് ശക്തി നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചത്?
ഉത്തരം ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ. ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി സാംസൺ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടത്? ഉത്തരം തൻ്റെ കണ്ണുകളിൽ ഒന്നിന് ശക്തി നൽകണമെന്ന്. കെട്ടിടം താങ്ങി നിന്നിരുന്ന എത്ര നെടുംതൂണുകളെയാണ് സാംസൺ പിടിച്ചു തള്ളിയത്? ഉത്തരം 2. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളെ പിടിച്ച് സാംസൺ എങ്ങനെയാണ് തള്ളിയത്? വലത്ത് കൈ ഒന്നിലും ഇടത്ത് കൈ മറ്റതിലും വെച്ച്. ന്യായാധിപന്മാർ 16:30 സാംസൺ സർവശക്തിയും ഉപയോഗിച്ച് കുനിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ എന്നു പറഞ്ഞത് ആര്? ഉത്തരം സാംസൺ. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. ഇവിടെ അവൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉത്തരം സാംസനെ. സാംസന്റെ ശരീരം ആരാണ് കൊണ്ടുപോയത്? ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും. സാംസനെ എവിടെയാണ് സംസ്കരിച്ചത്? ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ. സാംസൺ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം 20 വർഷം. 20 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആരാണ്? ഉത്തരം സാംസൺ. ന്യായാധിപന്മാർ 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31.